നമ്മളിപ്പോൾ ഉള്ളത് വടക്കൻ പറവൂർ കുന്നുകര പഞ്ചായത്തിലാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കയറി വീടുകളിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒഴിപ്പിച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് പുഴയാണ്, ചാലക്കുടി പുഴയാറും പെരിയാറും ഒരുമിച്ച് ഒഴുകുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വെള്ളം ഇരച്ചു കയറി പുലർച്ചയോടുകൂടിയാണ് വെള്ളം എത്തിയത്. അങ്ങനെ രാവിലെയോടുകൂടി തന്നെ ആളുകളെയൊക്കെ നീക്കാൻ പറ്റിയത്. നമ്മൾ തൊട്ടപ്പുറത്ത് കാണാം, ആ വീടുകളൊക്കെ ഏകദേശം പകുതിയോളം മുങ്ങി നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ആ വീട്ടിലെ ആള് തൊട്ടിപ്പുറത്ത് റോഡിന്റെ വാതിക്കൽ നിന്നും കപ്പ വെക്കുന്നുണ്ട്. കപ്പ വെച്ച് കഴിഞ്ഞാൽ കപ്പ വേവാറായി. എപ്പോ എത്തിയതാ ഇങ്ങോട്ടേക്ക്? ഇവിടെ ഞാൻ വെളുപ്പിന് 3 മണിക്ക് വന്നാണ്. എനിക്ക് ഒരു സംസാരിക്കാത്ത ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെയും കൊണ്ട് ഇപ്പൊ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാണ്. ഇപ്പം വിശന്നിട്ട് പാടില്ല. ഞങ്ങള് അടുത്ത ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് കപ്പ മേടിച്ച് ഇവിടെ എല്ലാവരും കൂടിയിട്ട് പുഴുങ്ങി അത് റെഡി ആയിട്ടില്ല. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ? അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വെളുപ്പിന് 3 മണിക്ക് മലവെള്ളം കയറി. ഈ വെള്ളം കയറിയതിന് ശേഷം ഞാൻ 3:25 ഞങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ പുള്ളി 3:25 തന്നെ ഇവിടെ സ്പോട്ടിലെത്തി. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ചേട്ടാ, ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഭയങ്കര പരിതാപകരമാണ്. വെള്ളം കൂടെ കയറുന്ന കാരണം ഇവിടെ ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളം ഇടയ്ക്ക് ചാലക്കുടി ആറ്റിലെ വെള്ളം വരുമ്പോൾ ഈ വെള്ളമല്ല വന്നത്. വെള്ളം കലക്ക വെള്ളം, ഭയങ്കര വിഷവെള്ളമാണ് അവിടെ നിന്ന് വരുന്നത്. മത്സ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയിട്ട് മത്സ്യങ്ങൾ കൂടുതൽ ചത്ത് ചീഞ്ഞ് ഇവിടെ സൈഡിൽ കിടക്കുകയായിരുന്നു. എങ്ങനെ വെള്ളം കാര്യമായ രീതിയിൽ ബാധിച്ചാ? പിന്നെ വീടുകളൊക്കെ കുറെ വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ തീരദേശ റോഡ് മുങ്ങി, അപ്പോൾ വാഹന ഗതാഗതം നടക്കുന്നില്ല. പിന്നെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാ വർഷവും. ഈ വർഷം പെട്ടെന്നായിപ്പോയി. മഴ പെട്ടെന്ന് വന്നല്ലോ, പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ വെള്ളം നിലവിൽ കൂടുതലാണ്. ഈ റോഡ് നേരത്തെ ഒന്ന് റോഡൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ റോഡൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ വെള്ളം കൂടുതലാണ് നിലവിൽ. ക്യാമ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. മിക്കവാറും പോകേണ്ട വരും. നമ്മുടെ വീടിന്റെ അടുത്തേക്ക് ആയിട്ടില്ല. വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങി. നിലവിലെ കപ്പയൊക്കെ വെച്ച് ഇവിടെ ഈ റോഡരികിലാണ് ഇവരിപ്പോൾ കഴിയുന്നത്. അത്യാവശ്യം ഒന്ന് വിശപ്പ് അടക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ കപ്പ പുഴങ്ങണേ. എന്തായാലും കപ്പ ഏകദേശം അത് പുഴുകി കഴിഞ്ഞിരിക്കുന്നു. മഴ ശക്തമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.